അങ്ങനെ നമ്മുടെ സെൻറ് ഡൂഡിൽ സീരീസിൻ്റെ രണ്ടാമത്തെ ഡേ ആണ് കേട്ടോ അത്. ഒരു സിമ്പിൾ ഡ്രോയിങ് ആണ്, ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് വരയ്ക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കുന്ന ഒരു പിക്ചർ അല്ല കേട്ടോ. ഇതുപോലെ ബ്ലാക്ക് മാർക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സ്കെച്ചോ പെന്നോ എന്ത് വേണമെങ്കിലും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാഗ് ആയിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഉള്ളെല്ലാം ഒന്ന് ഇടവിട്ടിട്ട് ഇതുപോലെ കർവ്സ് വരച്ച് കൊടുക്കുകയാണ്. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നല്ല റിലാക്സിങ് ആവും കേട്ടോ. അങ്ങനെ നമ്മുടെ കേർവ്സ് എല്ലാം വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ആ ഒരു എൻഡ് പോർഷൻ ഞാൻ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് ആ വേക്കൻ്റ് ആയ പോർഷനിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനൊരു ബ്ലൂവിൻ്റെ പേസ്റ്റൽ ബ്രഷ് പെന്നാണ് എടുത്തിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡോംസിൻ്റെയാണ് കേട്ടോ. നല്ല അടിപൊളി ബ്രഷ് പെന്നാണ്, നല്ല സ്മൂത്തായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യില്ലേ, അതേ ഒരു എഫക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബ്രഷ് പെൻ യൂസ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം തന്നെ, ഞാൻ സെൻറ് ഡൂഡിൽ സീരീസിന് ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല. നമ്മൾ സെൻറ് ആംഗിൾ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു പാറ്റേണിലൂടെ നമ്മൾ ചെയ്യുന്നതാണ്. കുറച്ച് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. നമുക്ക് അതല്ലല്ലോ വേണം, നമുക്കൊന്ന് റിലാക്സ്ഡ് ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അളവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പാറ്റേൺസ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പോൾ സെൻറ് ഡൂഡിലായിട്ട് നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. റിപ്പീറ്റഡ് ലൈൻസ് വരയ്ക്കും തോറും നമ്മുടെ മൈൻഡ് അടിപൊളിയായിട്ട് ഒന്ന് കാം ആവാനും പറ്റും. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും കമൻറ്റിലൊന്ന് പറയണേ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.